നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ലക്ഷറി വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിട്ടിലം വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പുലിയൂർക്കടം കാവുംപുറത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 750 സെന്റിൽ 2125 സ്ക്വയർ ഫീറ്റിൽ 4 BHKയിലാണ് ഈ പ്രോപ്പർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് റോഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടാർ ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്കകത്ത് നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഇന്റർലോക്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ 2ഓളം കാറുകൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പാർക്ക് ചെയ്തിടാൻ പറ്റുന്ന പാർക്കിംഗ് ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് 2ഓളം കാറുകൾ പാർക്ക് ചെയ്തിടാൻ പറ്റും. അതേപോലെ തന്നെ ഈ വീടിന്റെ 2 സൈഡിലും ഫ്രണ്ടിലുമായിട്ട് ചെറിയ രീതിയിലുള്ള ഗാർഡൻ സെറ്റപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഗാർഡനുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് പൈപ്പ് ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ സൈഡിൽ നല്ല രീതിയിലുള്ള ടൈൽ വർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ തന്നെ നല്ല രീതിയിലുള്ള സീലിംഗിൽ ലൈറ്റ് വർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ വരുന്നത് പ്ലാവിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഹാളിന്റെ ഒരു സൈഡിൽ തന്നെ നല്ല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല ഇവര് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പാനലിംഗ് വർക്കോട് കൂടിയ കബോർഡൊക്കെ കൊടുത്തിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു TV യൂണിറ്റ് തന്നെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഹാളിന്റെ ഈ സൈഡിൽ നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഹാളിന്റെ ഈ ചുവരിന്റെ ഈ സൈഡിലെ സ്ലൈഡിങ് ഗ്ലാസ് വഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ ചെറിയ രീതിയിലുള്ള അക്വേറിയം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസും അക്വേറിയം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഹാളിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡൈനിങ് ഏരിയ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ഹാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു സെൽഫ് റാക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള സെൽഫ് റാക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് ചെറിയ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വർക്കൊക്കെ ഉള്ള ഒരു വാഷ് ബേസിൻ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഷ് ബേസിന്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം അക്വേറിയത്തിന്റെ സെറ്റപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ജനാല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല വലിപ്പത്തിലുള്ള ഒരു ജനാല തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കിച്ചണിൽ തന്നെ ഒരു പീച്ച് ഷെയ്ഡിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ സ്പേസ് ഉള്ള ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ഏരിയയിൽ തന്നെ നല്ല രീതിയിലുള്ള 2 ജനാലകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ചിമ്മിനിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്
ചെറിയൊരു ഡോറ്, അത്യാവശ്യം സ്പേസ് പുറത്തോട്ടും ഉണ്ട്. ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുള്ള അത്യാവശ്യം ചെറിയൊരു സ്പേസ് നമുക്ക് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കും പാനലിംഗ് വർക്കും ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാൾഡ്രോപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാൾഡ്രോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള നൂതന മോഡലിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ബെഡ്റൂമിന്റെ ഒരു സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടെസ്റ്റ് വർക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് വർക്കിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ചെറിയ രീതിയിലുള്ള പാനലിംഗ് വർക്കും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീടിന് V-ഗാർഡിന്റെ VLC ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയറിൽ നല്ല രീതിയിലുള്ള ഹാൻഡ് റെയിലൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൽ നല്ല രീതിയിലുള്ള ടൈല്, വുഡ് ഫിനിഷിലുള്ള ടൈലാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ടെസ്റ്റ് വർക്കൊക്കെ ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ നമ്മൾ മുകളിലോട്ട് പോകുന്ന സൈഡിലായിട്ടുള്ള വാളില് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റ് വർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടെസ്റ്റ് വർക്കും ലൈറ്റ് വർക്കും ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഡോർ വഴി നമുക്ക് മുകളിലോട്ട് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാളിൽ തന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനലിംഗ് വർക്കോട് കൂടിയ ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാളിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് ലൈനും പവർ ഫ്ലഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു കബോർഡ് വർക്ക് ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീന്റെ വെള്ളം പോകാനുള്ള പൈപ്പ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ, നൂതന മോഡലിലുള്ള മടക്കി വയ്ക്കാനും നൂക്കി വയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലഗ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാൾഡ്രോപ്പ്, നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വലിപ്പമുള്ള ഒരു വാൾഡ്രോപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾഡ്രോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കബോർഡ് വർക്ക് രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിലെ സൈഡിൽ ഒരു ചുവരിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് വർക്കിന്റെ തൊട്ട് മുകളിലായിട്ട് പാനലിംഗ് വർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ബാൽക്കണി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാൽക്കണിയിൽ നല്ല രീതിയിലുള്ള ഗ്ലാസ്സിലുള്ള ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിലും ഗ്ലാസ്സിലുള്ള ഹാൻഡ് റെയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാൽക്കണിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഊഞ്ഞാൽ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ മറ്റു ബെഡ്റൂമിലൊക്കെ കണ്ടതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാൾഡ്രോപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക്, പാനലിംഗ് വർക്കോട് കൂടിയ സീലിംഗ് വർക്ക് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റ് വർക്കിന്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയ രീതിയിലുള്ള പാനലിംഗ് വർക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ടൈൽ വർക്കുകളൊക്കെ ബാത്റൂമിൽ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിലായിട്ട് നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിന്റെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്ക് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബാൽക്കണി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ടെറസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ്ങിന്റെ ടെറസിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനകത്ത് വെളിച്ചം പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള 2 സൺറൂഫുകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള 2 സൺറൂഫുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് 750 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു റിലാക്സിങ് സ്പേസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ തുണി ഉണങ്ങുന്നതിനും മഴ സമയത്തൊക്കെ നമ്മളെ തുണി ഉണക്കിയെടുക്കുന്നതിനും നമുക്ക് മഴ സമയത്തൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ഇവർ ടെറസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് വെറും 88 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.